നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിറച്ച് പച്ചമാങ്ങയുടെ അവസരമാണല്ലോ അല്ലേ? എല്ലായിടത്തും മാങ്ങ ഒരുപാട് ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ടൊരു മിഠായി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 3 ഐറ്റംസ് കൊണ്ട് നമുക്ക് ഇണക്കാം. പച്ചമാങ്ങ, അതുപോലെ പഞ്ചസാര ലായനി, ലേശം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊരു ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അരച്ച് അതിൻ്റെ ചാറെടുത്തതിന് ശേഷമാണ് വീഡിയോ എടുത്താലോ ഒന്ന് ആലോചിക്കുന്നത്. അതുകൊണ്ട് അരിഞ്ഞ ഭാഗമൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ചാറ് നമ്മൾ എടുത്തതിന് ശേഷം പഞ്ചസാര 5-6 സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ലേശം വെള്ളം ചേർത്ത് അത് അലിയിപ്പിച്ചതിന് ശേഷം ഒരു ഒറ്റനൂൽ പരുവാകില്ലേ, ആ സമയത്ത് വേണം നമുക്ക് ഈ മാങ്ങയുടെ ചാറ് അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ആ പഞ്ചസാരയിലുള്ള അഴുക്കുകൾ ഇങ്ങനെ പൊങ്ങി വരും. അത് നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ച് കോരി മാറ്റിയേക്കണം. ഈ പഞ്ചസാര ലായനിയാക്കുമ്പോഴത്തേക്കും അതിൽ പുളിമയം ഉണ്ടെങ്കിൽ അതിലെ അഴുക്കെല്ലാം ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം ഹൈ ഫ്ലോയിൽ തന്നെ നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഇത് വീണ്ടും തിളച്ച് വറ്റിയതിന് ശേഷം അത് ഒറ്റനൂൽ പരുവത്തിനാകും. അങ്ങനെ എൻ്റെ ഈ ലായനി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാമ്പഴക്കാലം ആശംസിക്കുന്നു. ഒരുപാട് മാമ്പഴങ്ങൾ തിന്നാൻ എല്ലാവർക്കും പറ്റട്ടെ. അങ്ങനെ ഇത് തിളച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടോ, കുട്ടികൾക്കൊക്കെ സന്തോഷമാവും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന മിഠായി ആകുമ്പോൾ പേടിക്കേണ്ടല്ലോ, മറ്റ് സാധനങ്ങളൊന്നും ചേരുന്നില്ല. ഓക്കെ, അതിനുശേഷം ഇതാ ഈ കൺസിസ്റ്റൻസി ആയതിനു ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഐസ് ക്യൂബിൻ്റെ മോൾഡിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒഴിച്ച് വെച്ചതിന് ശേഷം 2 hours 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ആ മിഠായി നല്ല സൂപ്പറായിട്ട് കിട്ടും. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.